നിക്കടി. ഡാഡി പറഞ്ഞ അനുസരിക്കാതെ നീ ഇത് എവിടെ പോയതാ? ഏതവനാ നിന്നെ ഇവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയത്? അങ്ങനെ ആരെങ്കിലും വന്ന് വിളിച്ചാ കൂടെ ഇറങ്ങി പോകാനും മാത്രം വിട്ടിയൊന്നും അല്ല ഞാൻ. ആളെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാ പോയത്. ഓ, ആരാണാവോ നിനക്ക് മാത്രം അറിയാവുന്ന ഒരാള്? റോണി, ഇത് മഹേഷിന്റെ ബ്രദറാ. അത് ശരി. അപ്പൊ ഒരുത്തൻ കളഞ്ഞിട്ട് പോയപ്പോ അവന്റെ സഹോദരനെ തന്നെ അടുത്തത് പിടിച്ചു അല്ലേ? കൊള്ളാമല്ലോ നീ. ചുമ്മാതല്ല, ബാക്കിയുള്ളവൻ പുറകെ നടന്നിട്ടും നിനക്ക് എന്നെ ഒരു പുച്ഛം. ഇയാക്കിനി വേറെ വല്ല സഹോദരന്മാരും ഉണ്ടോ? അല്ല, ഇയാക്കിനി വല്ലതും സംഭവിച്ചു പോയാലും വേറെ ആള് വേണമല്ലോ. മിസ്റ്റർ, സംസാരത്തിലെങ്കിലും ഒരു അല്പം മാന്യതയും മര്യാദയാവാം. താര വയ്ക്കോ, എനിക്കിനി ഇവരോടാ സംസാരിക്കാനുള്ളത്. അയ്യോ, നീ എന്താണ് ഇങ്ങനെ മിഴിച്ചു നോക്കിയിരിക്കുന്നത്? സാറ് പറഞ്ഞു കേട്ടില്ലേ? ഒരാളെങ്കിലും പറയുന്നത് നീ അനുസരിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. ചെല്ലടി. ഇനി സാറ് പറ, എന്താണാവോ സംസാരിക്കാൻ ഉദ്ദേശിച്ച് വന്നത്? നിങ്ങളുടെ ഡാഡി എന്ന് പറയുന്ന ഒരാളുണ്ടോ ഇവിടെ? അദ്ദേഹത്തെ കൂടെ ഒന്ന് വിളിക്കും. എന്റെ ചോദ്യങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾക്ക് പറയാൻ കഴിയാത്ത പല ഉത്തരങ്ങളും നിങ്ങളുടെ ഡാഡിക്ക് പറയാൻ പറ്റിയേക്കും. എന്താണ് ഡാഡി? ഈ സാറ് നമ്മൾ പരീക്ഷയ്ക്ക് ഇരുത്താൻ വേണ്ടി വന്ന എന്തൊക്കെ ചോദിക്കാനുള്ളൂ പോലും. ഡാഡിക്ക് ആളെ മനസ്സിലായില്ലേ? മഹേഷിന്റെ ബ്രദറാ. മഹേഷോ? ഏത് മഹേഷ്? സ്വന്തം മകളല്ലെങ്കിലും താര നിങ്ങളുടെ ഡാഡി എന്നല്ലേ വിളിക്കുന്നത്. ആ സ്ഥിതിക്ക് കുറച്ചു നാളെ ഉള്ളുവെങ്കിലും മകളുടെ ഭർത്താവായി ജീവിച്ചാളെ അറിയാതിരിക്കാൻ വഴിയില്ല. ഓ, അതോ? ഇപ്പോഴാ ആളെ പിടികിട്ടിയത്. താരയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. അത് അവള് തിരുത്തുകയും ചെയ്തു. താര ഇതുവരെ തിരുത്തിയിട്ടില്ല. അത് ചിലപ്പോ ചെയ്തത് തെറ്റാണെന്ന് തോന്നാത്തത് കൊണ്ടാവും. പിന്നെ ഒരു വെട്ടിത്തിരുത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരുടെയെങ്കിലും കൈകളായിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. എങ്ങനെയാ തിരുത്തിയെന്ന് എനിക്കറിയണം. പറ, മഹേഷിന് എന്തു പറ്റി? അവനെ നിങ്ങൾ എന്ത് ചെയ്തു? അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊരു വലിയ ഭാരമായി ഇനി കൊണ്ടു നടക്കണ്ട. നിങ്ങൾ കരുതുന്നത് പോലെ ആ പയ്യനെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്യേണ്ടതായിരുന്നു. കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിള്ളേരെ കറക്കിയെടുത്ത് പണം ഊറ്റാൻ നടക്കുന്ന അവന്മാരെ പോലുള്ളവരെ പെരുവഴിയിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലണം. അതാ ചെയ്യേണ്ടത്. ഇനിയൊരു പക്ഷെ താരത്തിരക്ക് അവൻ വീണ്ടും ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അത് തന്നെ സംഭവിക്കുമായിരുന്നു. നിങ്ങൾ അവനെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞാൽ അത് അപ്പാടെ അങ്ങ് കേട്ട് വിശ്വസിച്ച് തിരിച്ചു പോകാൻ തക്ക മണ്ടനൊന്നുമല്ല ഞാൻ. എന്റെ അനുജന് എന്തു പറ്റിയെന്ന് എനിക്കറിയണം. അറിഞ്ഞിട്ടേ ഞാൻ പോവും. എന്നാ പിന്നെ പോവണ്ട. മുറ്റത്തൊരു പായിട്ട് കൊടുക്കണം മോനെ, അവിടെ കിടന്നോട്ടെ. റോഡേ പോകുന്നവർക്ക് നല്ല കാഴ്ചയായിരിക്കും. ഇത്രയൊക്കെ ആയിട്ട് ഞാൻ വളരെ മാന്യമായിട്ടാ സംസാരിച്ചത്. അത് നിങ്ങളുടെ ഈ പ്രായത്തെ കരുതിയിട്ട എന്ന് കരുതി എന്തോ ആവാന്നങ്ങ് വിചാരിക്കരുത്. വിചാരിച്ചാൽ താൻ എന്തോ ചെയ്യും? ചുമ്മാ സംസാരിക്കാതെ ഇറങ്ങി പോടും. ഇറക്കി വിടാ ഇയാളെ ഇവിടുന്ന്. ഇറങ്ങിപ്പോടോ. മഹേഷിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരനെ കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവും. ഓ, അത്രക്കായത്? തന്നോട് മലയാളത്തിലല്ലടോ പറഞ്ഞത്? ഇറങ്ങണോ? തനിക്ക് ആരെയാ ഇവിടുന്ന് കൊണ്ടുപോകണ്ടേ? എന്നാ പിന്നെ കൊണ്ടുപോടോ. ആണായി പിറന്നവനാണെങ്കിൽ കൊണ്ടുപോയി കാണിക്കേ. ഇറങ്ങി പോടോ. എന്റെ ദേഹത്തോടരുത്. ദേഹത്ത് തൊട്ടാ നീ എന്ത് ചെയ്യണം? ഇനി നിന്നെ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് ഈ പരിസരത്ത് കണ്ട എന്നോട് പൊറുക്കണം. ഇങ്ങനെയുള്ളവരുടെ മുമ്പിലേക്ക് വരാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കരുതായിരുന്നു. ഞാനിപ്പോ തിരിച്ചു പോകുന്നതേ നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല. ഇനിയും വരും. അന്ന് ഇതിനെല്ലാം കൂടി ചേർത്ത് ഞാൻ മറുപടി പറയിപ്പിച്ചോളാം. ഒരുങ്ങിയിരുന്നോ? ഞാൻ പോയിട്ട് അയാൾ എന്താ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയെന്ന് എനിക്കറിയുമോ? വേണ്ട, എനിക്കൊന്നും അറിയണ്ട. കേൾക്കാൻ വേണ്ട. കേട്ടെടുത്തോളൊക്കെ തൃപ്തിയായി.
ഇനി അവൻ ഇങ്ങോട്ട് വരാനോ താരയെ കണ്ട് സംസാരിക്കാനോ പാടില്ല. അത് നോക്കേണ്ടത് നിന്റെ കൂടെ ജോലിയാണ്.